എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ചരിത്രത്തിന്റെ താളുകളിൽ ചില മഹാപോരാട്ടങ്ങൾ അവയുടെ ദുരന്തപൂർണമായ അന്ത്യം കൊണ്ടും ഹൃദയം തകർക്കുന്ന ഫലങ്ങൾ കൊണ്ടും കാലാതീതമായി ഓർമ്മിപ്പിക്കപ്പെടാറുണ്ട്. പോരാടാതെ കീഴടങ്ങുന്ന ഒരു ടീമിനെ കാണുന്നത് വേദനാജനകമാണ്. എന്നാൽ ഒരു ടീം തങ്ങളുടെ അവസാന തുള്ളി ചോരയും വിയർപ്പും നൽകി പൊരുതുകയും ആ സംഘത്തിലെ ഏറ്റവും മുതിർന്ന ഇതിഹാസ താരം തന്റെ ജീവൻ പണയം വെച്ച് ലോകം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യുന്ന ഒരു ചരിത്ര സെഞ്ചുറി കുറിക്കുകയും ചെയ്തിട്ടും വെറും ചുരുങ്ങിയ റൺസ് അകലെ ഒരു ദാരുണമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ ആ തോൽവി ഉണങ്ങാത്ത ഒരു വലിയ മുറിവായി മാറിയിരിക്കുകയാണ്. 2026 ഇന്ത്യ ഇംഗ്ലണ്ട് പര്യടനത്തിലെ മൂന്നാമത്തെയും നിർണായകവുമായ ഏകദിന മത്സരം ചരിത്ര പ്രസിദ്ധമായ ലോർഡ്സ് മൈതാനത്ത് അരങ്ങേറിയപ്പോൾ അത് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ അത്തരമൊരു ഇരുണ്ട അധ്യായമായി മാറുകയായിരുന്നു. രോഹിത് ശർമ്മ എന്ന പോരാളിയുടെ 138 റൺസിന്റെ ഇതിഹാസ തുല്യമായ ഇന്നിംഗ്സിന് പോലും ഇന്ത്യയെ വിജയത്തിലെത്തിക്കാൻ കഴിയാതെ വരികയും 27 റൺസിന് ഇംഗ്ലണ്ട് ഈ മത്സരവും ഒപ്പം പരമ്പരയും സ്വന്തമാക്കുകയും ചെയ്ത ആ നിമിഷം 140 കോടി ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങളാണ് ഒറ്റയടിക്ക് തകർന്നടിഞ്ഞത്. എന്നാൽ ഈ ഹൃദയഭേദകമായ തോൽവിയേക്കാളുപരി ഇന്ന് ലോക ക്രിക്കറ്റിനെ ഒന്നാകെ അഗാധമായ ഒരു ഞെട്ടലിൽ ആഴ്ത്തിയത് മത്സരം ശേഷം ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് ഇന്ത്യൻ ടീമിന്റെ മുൻ ക്യാപ്റ്റനും ഹിറ്റ്മാനുമായ രോഹിത് ശർമ്മ പൊട്ടിക്കരയുന്ന കാഴ്ചയാണ്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം ലോർഡ്സിലെ പച്ചപ്പിൽ ഒരു മുറിവേറ്റ സിംഹത്തെ പോലെ ഇംഗ്ലീഷ് ബൌളർമാരെ കൂട്ടക്കുരുതി നടത്തിയ അതേ രോഹിത് ശർമ്മയ്ക്ക് ഈ തോൽവിക്ക് ശേഷം തന്റെ വികാരങ്ങളെ തെല്ലും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. രോഹിത് ശർമ്മയുടെ ഭയാനകമായ ആ വേദനയുടെയും നെഞ്ചു പിളർക്കുന്ന ആ കണ്ണുനീരിന്റെയും അദ്ദേഹത്തിന്റെ ആ മഹത്തായ പ്രസ്താവനയുടെയും ആഴം മനസ്സിലാക്കണമെങ്കിൽ ലോർഡ്സ് മൈതാനത്ത് അരങ്ങേറിയ ആ മഹാസംഗ്രാമത്തെയും അവിടെ നിലനിന്നിരുന്ന കടുത്ത സമ്മർദ്ദത്തെയും നാം ആദ്യം മുതൽ അനുഭവിക്കേണ്ടതുണ്ട്. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 50 ഓവറിൽ 387 റൺസ് എന്ന വളരെ വലുതും ഭയപ്പെടുത്തുന്നതുമായ ഒരു റൺമല ഇന്ത്യൻ ടീമിന് മുന്നിൽ പടുത്തുയർത്തിയപ്പോൾ മത്സരം തുടങ്ങുന്നതിനു മുമ്പ് തന്നെ ഇന്ത്യൻ ടീം പരാജയപ്പെട്ടു എന്ന തോന്നലാണ് എങ്ങും നിറഞ്ഞു നിന്നത്. ബെൻ ഡക്കറ്റിന്റെ 141 റൺസ് എന്ന ഭയാനകമായ ഇന്നിംഗ്സും ജേക്കബ് ബെഥേലിന്റെ 91 റൺസിന്റെ മനോഹരമായ ഇന്നിംഗ്സും ജോ റൂട്ടിന്റെ പുറത്താവാതെയുള്ള 74 റൺസും അവസാന ഓവറുകളിൽ വെറും 13 പന്തിൽ നിന്ന് 41 റൺസ് അടിച്ചുകൂട്ടിയ ജോസ് ബട്ട്ലറുടെ വെടിക്കെട്ടും ഇന്ത്യൻ ബൌളർമാരെ അക്ഷരാർത്ഥത്തിൽ പിച്ചി ചീന്തുകയായിരുന്നു. ലോർഡ്സിലെ ഈ ഇതിഹാസ മൈതാനത്ത് 388 റൺസ് എന്ന വിജയലക്ഷ്യം ഏതൊരു ടീമിനും ഒരു വലിയ ദുസ്വപ്നമാണ്. എന്നാൽ ആ കൂറ്റൻ ലക്ഷ്യം പിന്തുടരാൻ ഇന്ത്യൻ ടീം കളത്തിലിറങ്ങിയപ്പോൾ രോഹിത് ശർമ്മയുടെ കണ്ണുകളിൽ തോൽവിയുടെ ഒരു ഭയവും ഉണ്ടായിരുന്നില്ല. തന്റെ പുഴയ അപകടകാരിയായ വിന്റേജ് അവതാരത്തിലാണ് അദ്ദേഹം ഇന്ന് കളത്തിലിറങ്ങിയത്. 110 പന്തുകൾ മാത്രം നേരിട്ട രോഹിത് ശർമ്മ 138 റൺസിന്റെ മഹത്തായതും ചരിത്രപരമായ ഒരു ഇന്നിംഗ്സാണ് കാഴ്ചവെച്ചത്. ലോർഡ്സ് മൈതാനം ഒരിക്കലും മറക്കാത്ത ഒരു പ്രകടനം. 17 അതിമനോഹരമായ ബൗണ്ടറികളും 5 പടുകൂട്ടൻ സിക്സറുകളും ആ ബാറ്റിൽ നിന്ന് വരുന്നു. യുവ ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ അദ്ദേഹത്തിന് മികച്ച പിന്തുണ നൽകിക്കൊണ്ട് 77 റൺസിന്റെ മനോഹരമായ ഒരു ഇന്നിംഗ്സ് കളിച്ചു. ഗിൽ പുറത്തായപ്പോൾ കിങ് വിരാട് കോഹ്ലി വന്ന് ചുമതലയേറ്റെടുത്തു. വെറും 60 പന്തിൽ 74 റൺസ് അടിച്ചുകൂട്ടുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ സ്കോർ 2 വിക്കറ്റ് നഷ്ടത്തിൽ 260 എന്ന നിലയിലായിരുന്നു. വിജയം പൂർണ്ണമായും ഇന്ത്യയുടെ കൈപ്പിടിയിലായിരുന്നു. എന്നാൽ അതിനുശേഷം സംഭവിച്ചത് രാജ്യത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി. ഇന്ത്യൻ മധ്യനിര ഒരിക്കൽ കൂടി തങ്ങളുടെ ഭീരുത്വത്തിന്റെയും ഭയത്തിന്റെയും ലജ്ജാകരമായ ഒരു പ്രകടനം പുറത്തെടുത്തപ്പോൾ 140 കോടി ഇന്ത്യക്കാരുടെ തല നാണം കൊണ്ട് കുനിഞ്ഞു. രോഹിത്, വിരാട് എന്നിവരുടെ മഹത്തായ ഇന്നിംഗ്സുകൾക്ക് ശേഷം ഇഷാൻ കിഷൻ 14 റൺസിനും ശ്രേയസ് അയ്യർ 0 റൺസിനും KL രാഹുൽ 12 റൺസിനും സാം കരന്റെയും ജോഫ്ര ആർച്ചറുടെയും പന്തുകൾക്ക് മുന്നിൽ ഒരു ചെറുത്തുനിൽപ്പുമില്ലാതെ ആയുധം വെച്ച് കീഴടങ്ങി. സാം കരൻ 4 വിക്കറ്റ് വീഴ്ത്തി ഇന്ത്യൻ മധ്യനിരയുടെ നട്ടെല്ലൊടിച്ചതോടെ ഇന്ത്യ വെറും 360 റൺസിന് പുറത്താവുകയും വിജയിക്കേണ്ടിയിരുന്ന ഒരു മത്സരം 27 റൺസിന് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോവുകയും ചെയ്തു. മത്സരം അവസാനിച്ചതിനു ശേഷം ഇന്ത്യൻ ടീം പവലിയനിലേക്ക് മടങ്ങുമ്പോൾ രോഹിത് ശർമ്മയുടെ മുഖം കാണേണ്ടത് തന്നെയായിരുന്നു. തന്റെ സർവസ്വം നൽകി പോരാടിയ ആ മനുഷ്യൻ ഇന്ന് ഉള്ളിൽ നിന്ന് പൂർണ്ണമായും തകർന്നുപോയിരുന്നു. ആരും ഇടപെടാതെ നിശബ്ദനായി ഡ്രസ്സിംഗ് റൂമിന്റെ ഒരു കോണിൽ പോയി അദ്ദേഹം ഇരുന്നു. പോസ്റ്റ് മാച്ച് പ്രസന്റേഷനും പ്രസ് കോൺഫറൻസിനുമായി മീഡിയയ്ക്ക് മുന്നിൽ വരാൻ സമയമായപ്പോൾ യുവ ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ വളരെ നിരാശനായിരുന്നു. ആ സമയത്ത് ഒരു ജ്യേഷ്ഠൻ എന്ന നിലയിലും ടീമിന്റെ മുൻ ക്യാപ്റ്റൻ എന്ന നിലയിലും രോഹിത് ശർമ്മ ഗില്ലിനെ സംരക്ഷിക്കുകയും മാധ്യമങ്ങളുടെ ആ മൂർച്ചയേറിയ ചോദ്യങ്ങളെ നേരിടാൻ സ്വയം മുന്നോട്ട് വരികയും ചെയ്തു. ഭാരമേറിയ കാൽവെപ്പുകളോടെ പത്രസമ്മേളന മുറിയിലേക്ക് നടന്നുവന്ന് രോഹിത് കസേരയിലിരുന്നപ്പോൾ അവിടെയുണ്ടായിരുന്ന അന്തരീക്ഷം ഒരു ശ്മശാനത്തിലെ നിശബ്ദതയിൽ കുറവായിരുന്നില്ല. രോഹിത്തിന്റെ കണ്ണുകൾ പൂർണ്ണമായും ചുവന്നിരുന്നു, തല കുനിഞ്ഞിരുന്നു. നിങ്ങൾ 138 റൺസ് എന്ന ഇത്രയും മഹത്തായ ഒരു ഇന്നിംഗ്സ് കളിച്ചിട്ടും ടീം ഈ മത്സരം പരാജയപ്പെട്ടു. ഒരു സീനിയർ താരമെന്ന നിലയിൽ നിങ്ങൾക്ക് എത്രമാത്രം വേദനയുണ്ട് എന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദ്യം ഉന്നയിച്ച നിമിഷം രോഹിത് ശർമ്മയ്ക്ക് തന്റെ വികാരങ്ങളെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് തന്നെ ഇന്ത്യൻ ടീമിലെ ഈ മഹാനായ ഇതിഹാസത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകിയിടങ്ങി. അദ്ദേഹം വിതുമ്പിക്കരയാൻ തുടങ്ങി. കുറച്ചു നിമിഷങ്ങളോളം അദ്ദേഹത്തിന് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം കൈകൾ കൊണ്ട് അദ്ദേഹം മുഖം മറച്ചു. ഒരു ഇതിഹാസ താരം ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ പൊട്ടിക്കരയുന്നത്
അദ്ദേഹം തന്റെ ടീമിനെയും രാജ്യത്തിന്റെ അഭിമാനത്തെയും ആ നീല ജേഴ്സിയെയും എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ്. രോഹിത് ശർമ്മയുടെ ആ കരച്ചിൽ ഒരു ദൗർബല്യമായിരുന്നില്ല, മറിച്ച് തന്റെ 138 റൺസിന്റെ ഇന്നിംഗ്സ് രാജ്യത്തിന് ഒരു ഉപകാരവും ചെയ്യാതെ പോയത് കണ്ട ഒരു മനുഷ്യന്റെ പിടയുന്ന ഹൃദയത്തിന്റെ വേദനയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സ്വയം നിയന്ത്രിച്ച് കണ്ണുനീർ തുടച്ച ശേഷം ഇടറുന്ന ശബ്ദത്തിൽ രോഹിത് ഒരു പ്രസ്താവന നടത്തി. അത് അവിടെ ഉണ്ടായിരുന്ന ഓരോ വ്യക്തിയെയും പൂർണ്ണമായും വിസ്മയിപ്പിക്കുകയും കോടിക്കണക്കിന് ഇന്ത്യക്കാരെ കരയിക്കുകയും ചെയ്തു. രോഹിത് വളരെ തുറന്ന മനസ്സോടെ തങ്ങളുടെ ടീമിന്റെ പോരായ്മകൾ അംഗീകരിക്കുകയും യുവ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിനെ ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്തു. ഇടറുന്ന ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു, "ഇന്ന് എനിക്ക് എന്റെ കണ്ണുനീർ അടക്കാൻ കഴിയുന്നില്ല. കാരണം ഇന്ന് ഞങ്ങൾ ഒരു മത്സരം മാത്രമല്ല, മറിച്ച് 140 കോടി ഇന്ത്യക്കാരുടെ വിശ്വാസമാണ് തകർത്തത്. എന്റെ ഈ 138 റൺസിന്റെ ഇന്നിംഗ്സ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഈ സെഞ്ചുറിയും ഈ റൺസും എനിക്ക് വെറും ചവറിന് തുല്യമാണ്. അതെന്റെ ടീമിന് വിജയം നേടിക്കൊടുത്തില്ലെങ്കിൽ. അവസാനം വരെ ക്രീസിൽ നിന്ന് മത്സരം ഫിനിഷ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഞാൻ പുറത്തായതിനു ശേഷം ഞങ്ങളുടെ ടീം തകർന്നടിഞ്ഞത് തന്നെ എനിക്ക് വലിയൊരാഘാതമാണ്." തോൽവിയുടെ യഥാർത്ഥവും കൈപ്പേറിയതുമായ കാരണം വെളിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ മധ്യനിരയുടെ ഭീരുത്വത്തിനെതിരെ രോഹിത് തന്റെ മുഴുവൻ രോഷവും പ്രകടിപ്പിച്ചു. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, "ഇത് ഞങ്ങളുടെ യുവ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിന്റെ തോൽവിയല്ലെന്ന് ഞാനിവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ശുഭ്മൻ കളത്തിൽ മികച്ച ക്യാപ്റ്റൻസി കാഴ്ചവെച്ചു. ബാറ്റിംഗിലും മികച്ച 77 റൺസ് നേടി. വിരാട്ടും അതിമനോഹരമായ ഒരു ഇന്നിംഗ്സ് കളിച്ചു. സ്കോർ ബോർഡിൽ 260 റൺസ് ഉള്ളപ്പോൾ ഞങ്ങൾക്ക് 8 വിക്കറ്റ് ബാക്കിയുണ്ടായിരുന്ന നിലയിൽ ഈ മത്സരം ഞങ്ങൾ ഏത് സാഹചര്യത്തിലും വിജയിക്കേണ്ടതായിരുന്നു. പക്ഷേ ഞങ്ങളുടെ തോൽവിയുടെ യഥാർത്ഥ കാരണം ഞങ്ങളുടെ ആ ദുർബലമായ മധ്യനിരയാണ്. ഇഷാൻ കിഷൻ, ശ്രേയസ് അയ്യർ, KL രാഹുൽ തുടങ്ങിയ സീനിയർ ബാറ്റർമാർ ഇന്ന് യാതൊരു പോരാട്ടവും കൂടാതെ വിക്കറ്റുകൾ വലിച്ചെറിഞ്ഞ രീതി എന്നെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുകയാണ്. നിങ്ങൾക്ക് 10 ഓവറിൽ 100 റൺസ് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ ക്രീസിൽ പറ്റി നിൽക്കുകയല്ല, മറിച്ച് ബൌളർമാരെ തകർത്തെറിയുകയാണ് വേണ്ടത്. സാം കരന്റെ പന്തുകൾക്ക് മുന്നിൽ ഞങ്ങളുടെ ബാറ്റർമാർ പോരാടുന്നതിന് മുമ്പ് തന്നെ മുട്ടുകുത്തി." ഇതിനുശേഷം പത്രസമ്മേളനത്തിൽ രോഹിത് ശർമ്മ പറഞ്ഞ കാര്യങ്ങൾ ക്രിക്കറ്റ് ലോകത്താകെ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ചു. നിർഭയമായി കളിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു കളിക്കാരന്റെ അഭാവം മധ്യനിരയിൽ അനുഭവപ്പെട്ടോ എന്ന് രോഹിത്തിനോട് ചോദിച്ചപ്പോൾ ഈ പരമ്പരയിലുടനീളം ടീം മാനേജ്മെന്റ് തുടർച്ചയായി അവഗണിച്ച 15-കാരനായ ആ അപകടകാരിയായ യുവസിംഹം വൈഭവ് സൂര്യവംശിയുടെ പേരാണ് രോഹിത് ശർമ്മ എടുത്തു പറഞ്ഞത്. വളരെ വികാരഭരിതനായി കൈകൂപ്പിക്കൊണ്ട് രോഹിത് ശർമ്മ പറഞ്ഞു, "മാനേജ്മെന്റിന്റെയും ടീമിന്റെയും ഒരു സീനിയർ താരം എന്ന നിലയിൽ ഇന്ന് പരസ്യമായി ഒരു കാര്യം ഞാൻ സമ്മതിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഏകദിന പരമ്പരയിൽ വൈഭവ് സൂര്യവംശിയെ പ്ലേയിംഗ് 11-ൽ ഉൾപ്പെടുത്താതിരുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തന്ത്രപരമായ ഒരു അബദ്ധമായിരുന്നു. ഇന്ന് ഞങ്ങൾ 387 റൺസ് പിന്തുടരുമ്പോൾ സമ്മർദ്ദം ഉൾക്കൊള്ളുന്നതിന് പകരം സാം കരനെയും ജോഫ്ര ആർച്ചറെയും തിരിച്ചടിക്കാൻ കഴിവുള്ള ഒരു നിർഭയമായ ആയുധം ഞങ്ങൾക്ക് മധ്യനിരയെ ആവശ്യമായിരുന്നു. 300 സ്ട്രൈക്ക് റേറ്റിൽ നാശം വിതയ്ക്കാൻ കഴിവുള്ള ആ 15-കാരനെ ബെഞ്ചിലിരുത്തുകയും മുഴുവൻ ടൂറിലും പുറത്തിരുത്തുകയും ചെയ്തത് ഞങ്ങളുടെ വലിയൊരു പരാജയമാണ്." രോഹിത് തുടർന്നു, "ഞാനും വിരാട്ടും പുറത്തായതും ഞങ്ങളുടെ മധ്യനിര ഓരോ റൺസിനും വേണ്ടി ദാഹിച്ചതും കണ്ടപ്പോൾ എനിക്ക് ആ 15-കാരനായ വൈഭവിനെ വല്ലാതെ ഓർമ്മ വന്നു. ശ്രേയസിനോ ഇഷാനോ പകരം ആ പയ്യൻ എന്ന് ക്രീസിലുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ ഈ മത്സരം 47-ാമത്തെ ഓവറിൽ തന്നെ വിജയിക്കുമായിരുന്നു എന്ന് ഞാൻ സത്യം ചെയ്തു പറയുന്നു. വൈഭവിന് ഔട്ടാവുന്നതിൽ യാതൊരു ഭയവുമില്ല. ഞങ്ങളുടെ ബാറ്റർമാരെ ബുദ്ധിമുട്ടിച്ച സാം കരന്റെ പന്തുകൾ വൈഭവ് നേരിട്ട് ലോർഡ്സിന്റെ ബാൽക്കണിയിലേക്ക് അടിച്ചകറ്റുമായിരുന്നു. ഞങ്ങൾ അനുഭവത്തിന് പ്രാധാന്യം നൽകി. പക്ഷേ ഇന്ന് ആ അനുഭവം തന്നെ ഞങ്ങളെ ചതിച്ചു. വൈഭവിന്റെ ആ ഭയാനകമായ കഴിവുകളോട് ഞങ്ങൾ വലിയ അനീതിയാണ് കാണിച്ചത്. ഇന്ന് ആ അനീതിക്കുള്ള ശിക്ഷ ഈ തോൽവിയുടെ രൂപത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു." രോഹിത് ശർമ്മ ഇങ്ങനെ കരഞ്ഞും പരസ്യമായി വൈഭവ് സൂര്യവംശിയെ ഓർത്ത് അവനുവേണ്ടി വാദിച്ചതും രോഹിത് എത്ര വലിയ ഹൃദയമുള്ള മനുഷ്യനാണെന്ന് തെളിയിക്കുന്നു. ആധുനിക ക്രിക്കറ്റിൽ ഭയന്ന് കളിക്കുന്ന കളിക്കാരെയല്ല, മറിച്ച് അതിരാളികളെ തകർത്തെറിയുന്ന മാച്ച് വിന്നർമാരെയാണ് വേണ്ടതെന്ന് അദ്ദേഹത്തിനറിയാം. തന്റെ 138 റൺസിന് ശേഷവും രോഹിത് ശർമ്മ തന്റെ ടീമിന്റെ പോരായ്മകൾ മറച്ചുവെച്ചില്ല, മറിച്ച് ഇന്ന് രാജ്യം മുഴുവൻ അനുഭവിക്കുന്ന ആ സത്യം അദ്ദേഹം പരസ്യമായി വിളിച്ചു പറഞ്ഞു. പ്രസ്താവനയുടെ അവസാനത്തിൽ രോഹിത് ശർമ്മ ഇന്ത്യൻ ആരാധകരോട് മാപ്പ് ചോദിച്ചു. കണ്ണുനീർ തുടച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, "ഈ തോൽവിക്കും പരമ്പര കൈവിട്ടതിനും ഞാൻ 140 കോടി ഇന്ത്യക്കാരോട് കൈകൂപ്പി മാപ്പ് ചോദിക്കുന്നു. ശുഭ്മൻ ക്യാപ്റ്റൻസിയിൽ ഇത് ഞങ്ങളുടെ വലിയൊരു പരാജയമാണ്. എന്നാൽ ഒരു സീനിയർ എന്ന നിലയിൽ ഈ തോൽവിയിൽ നിന്ന് ഞങ്ങൾ വലിയൊരു പാഠം പഠിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. വൈഭവ് സൂര്യവംശിയെ പോലെയുള്ള വലിയൊരു പ്രതിഭയെ ഇനിയൊരിക്കലും പുറത്തിരുത്തില്ലെന്ന് ഞാൻ തന്നെ ഉറപ്പുവരുത്തും. നമുക്കിനി നിർഭയമായ ക്രിക്കറ്റ് കളിക്കണം." രോഹിത് ശർമ്മയുടെ ഈ കണ്ണ് നനയിക്കുന്ന പ്രസ്താവന ഇന്ന് രാജ്യത്തിന്റെ മുഴുവൻ ഹൃദയം കീഴടക്കിയിരിക്കുകയാണ്. അവസാന ശ്വാസം വരെ പോരാടിയ യഥാർത്ഥ പോരാളിയാണ് രോഹിത് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആളുകൾ അദ്ദേഹത്തിന്റെ 138 റൺസിന്റെ ആ പോരാട്ട വീര്യത്തെ സല്യൂട്ട് ചെയ്യുന്നു. മുൻ ക്യാപ്റ്റനായിരുന്നിട്ടും യുവ ക്യാപ്റ്റൻ ഗില്ലിനെ അദ്ദേഹം സംരക്ഷിച്ച രീതിയും തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്തവും സ്വന്തം ചുമലിൽ ഏറ്റെടുത്തതും അദ്ദേഹത്തിന്റെ മഹത്വത്തെ കാട്ടിത്തരുന്നു. ഇംഗ്ലണ്ട് ഈ പരമ്പര തീർച്ചയായും വിജയിച്ചിരിക്കാം, എന്നാൽ ഇന്ന് ഇന്ത്യൻ ടീം മാനേജ്മെന്റിനും വലിയൊരു പാഠം ലഭിച്ചിരിക്കുന്നു. വൈഭവ് സൂര്യവംശിയെക്കുറിച്ച് രോഹിത് ഉയർത്തിയ ശബ്ദം മുഴുവൻ ക്രിക്കറ്റ് ബോർഡിനെയും പിടിച്ചുകുലുക്കിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ആ 15-കാരൻ യുവസിംഹത്തിന്റെ തിരിച്ചുവരവുണ്ടാകുമെന്ന് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നു. അവൻ തന്റെ ഉള്ളിലെ ആ തീക്ഷ്ണതയോടെ കളത്തിലിറങ്ങും. ലോകത്തിലെ ഏതൊരു ബൌളറെയും പരസ്യമായി കശാപ്പ് ചെയ്യുന്നതിൽ നിന്നും അവൻ ഒട്ടും പിന്നോട്ട് പോവുകയില്ല. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്?
അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.